ഗുരു ഓം. നടരാജഗുരുവിൻ്റെ ആത്മകഥാകഥനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ. അധ്യായം 8. ടീച്ചേഴ്സ് കോളേജിൽ. ഭാഗം 4. എൻ്റെ കലാലയ ജീവിതം അവസാനിക്കുന്നു എന്ന ഉപാധ്യായം. ഒരു യകരം കൂടിയ മൃദുഭാഷിയും ലജ്ജാകുലനും അവിവാഹിതനുമായ R.G. ഗ്രീവിനെപ്പറ്റി നേരത്തെ പറഞ്ഞല്ലോ. അദ്ദേഹമായിരുന്നു എൻ്റെ കാലത്ത് ടീച്ചേഴ്സ് കോളേജിലെ പ്രിൻസിപ്പൽ. എന്നും രാവിലെ കുതിരപ്പുറത്തേറി മൂപ്പർ ഒന്ന് ചുറ്റി വരും. എല്ലാ അധ്യാപക വിദ്യാർത്ഥികൾക്കും നിർബന്ധിതമാക്കിയിരുന്ന ഡ്രിൽ ക്ലാസ്സിലേക്ക് ഈ നേരത്ത് അദ്ദേഹം കണ്ണൊന്ന് പതിപ്പിക്കും. ഇപ്പറഞ്ഞ അധ്യാപക വിദ്യാർത്ഥികളിൽ പലരും മറ്റു കോളേജുകളിൽ നിന്ന് അയക്കപ്പെട്ട വയോധികരാണ്. അവർക്ക് ഔദ്യോഗിക ജീവിതം തന്നെ വളരെയൊന്നും ഇനി ബാക്കിയുണ്ടാവില്ല. സെപ്റ്റംബർ മാസക്കാലത്തെ മൂടൽമഞ്ഞ് മാറിയിട്ടില്ലാത്ത പ്രഭാത സമയത്താണ് തലമൂത്ത ഒരു ഡ്രിൽ സർജൻറ്റിൻ്റെ കമാൻഡിനൊത്ത് ഇവരെല്ലാം തുള്ളേണ്ടത്. ഞങ്ങൾ റൈറ്റ് അബൌട്ട് ടേൺ തിരിയുമ്പോഴേക്കും അതിനായി പുറപ്പെടുവിച്ച കമാൻഡിൻ്റെ കർക്കശമായ ശബ്ദം മഞ്ഞു മൂടിയ വായുവിൽ മാറ്റൊലിക്കൊണ്ടിങ്ങെത്തും. കനത്ത തലപ്പാവും കെട്ടി എത്തിയിരിക്കുന്ന മധ്യവയസ്കരായ പ്രൊഫസർമാർ കുഞ്ഞുകുട്ടി പരാധീനക്കാരെ കഴിഞ്ഞ ശേഷം ഇവിടെ ടീച്ചേഴ്സ് കോളേജിലെ കളിസ്ഥലത്ത് വന്ന് പാവകളിയിലെ പോരാളികളെ പോലെ കവാത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ വിതുമ്പി നിന്നത് നർമ്മരസം മാത്രമാണ്. കവാത്തുകളിൽ യാതൊരു താല്പര്യവുമില്ലാത്ത വയോധികരുടെ മേലും ഇതെല്ലാം നടപ്പാക്കുക തന്നെ വേണമെന്നത് സർക്കാർ ചട്ടമാണ്. അതുകൊണ്ട് പ്രിൻസിപ്പലിൻ്റെ കടമയുമാണ്. പ്രിൻസിപ്പലാകട്ടെ കുതിരപ്പുറത്തേറി ഒന്ന് ചുറ്റി നോക്കിയത് കൊണ്ട് മാത്രം സ്വന്തം കൃത്യനിർവഹണത്തെക്കുറിച്ച് മനസാക്ഷിയെ സംതൃപ്തനാക്കി. കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നവർ മര്യാദയായി പെരുമാറുന്നുണ്ടോ എന്ന് നോക്കേണ്ടതും പ്രിൻസിപ്പലിൻ്റെ കടമയാണ്. അതും അദ്ദേഹം ഇതേമാതിരി തന്നെ നിർവഹിച്ചു പോന്നു. ശബ്ദമുണ്ടാക്കുന്നവരെ ചിലപ്പോഴൊക്കെ പിടികൂടുകയും ചെയ്യും. അദ്ദേഹം വിദ്യാഭ്യാസ തത്വത്തെപ്പറ്റി ക്ലാസ് എടുക്കാറുണ്ട്. ആ വിഷയത്തോട് തൻ്റെ മനസ്സാക്ഷിക്കൊത്ത വിധം നീതി കാട്ടുകയും ചെയ്യും. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ചർച്ച ചെയ്തതിൽ സ്വകപോല കൽപ്പിതമോ പുതുമയുള്ളതോ ആയ എന്തെങ്കിലും ആശയങ്ങളുണ്ടായിരുന്നെന്ന് കരുതേണ്ടതില്ല. അദ്ദേഹത്തിൻ്റെ പൂർവികർ ഉഴുത ചാലിൽ കൂടി തന്നെ അദ്ദേഹവും ഉഴുതു എന്ന് മാത്രം. പറയുന്നതിൽ ഒട്ടധികവും അർത്ഥം വ്യക്തമല്ലാത്തതും വിരസവുമായ പാഴ്വാക്കുകളായാണ് തോന്നിയത്. ഒരു ഭീമാകാരമായ സൗധത്തിൽ ഒട്ടധികം പരിചാരകരുമായാണ് മൂപ്പർ താമസിക്കുന്നത്. പരിചാരകരോട് സാധാരണ സംസാരിക്കാറില്ല. അഥവാ എന്തെങ്കിലും പറഞ്ഞാലും മേൽമീശക്കടിയിൽ നിന്നും അവ്യക്തമായ എന്തോ പുറത്തു വരുമെന്ന് മാത്രം. അങ്ങനെ ഏകാകിയും മൗനിയുമായ അദ്ദേഹം പുറമെ മുരടനാണെന്ന് തോന്നത്തക്കവണ്ണം ഗൗരവം ഭാവിച്ചിരുന്നു. ഈ ഗൗരവം ഭരണപരമായ കാര്യങ്ങളിൽ ആവശ്യവുമാണ്. അകമേ അദ്ദേഹം തികച്ചും മാനുഷിക മൂല്യങ്ങളുള്ള ഒരാളായിരിക്കണം. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലും നീതി എനിക്ക് വേണ്ടി നീക്കിവെച്ച അധ്യാപക വൃത്തിക്ക് വേണ്ടി പരിശീലനം നേടുന്ന ഘട്ടത്തിലും എൻ്റെ അധ്യാപകരായി വന്ന അനേകം ഇംഗ്ലീഷുകാരിൽ ഒടുവിലത്തെ ആളായിരുന്നു ഇദ്ദേഹം. അധ്യാപക വൃത്തിക്ക് വേണ്ടി അല്ലാതെയും ഞാൻ യത്നം നടത്തിയിട്ടുണ്ട്. ഇൻ്റർമീഡിയറ്റ് പരീക്ഷ കഴിഞ്ഞപ്പോൾ ഞാൻ മെഡിക്കൽ കോളേജിൽ പ്രവേശിക്കാൻ ഒന്ന് ഉദ്യമിച്ചു. അച്ഛനെപ്പോലെ ഞാനും ഒരു ഡോക്ടർ ആകണമെന്നായിരുന്നു അന്നത്തെ ആശ. എന്നാൽ അതിനായി സമർപ്പിച്ച അപേക്ഷയിൽ ഔപചാരികമായ ഏതോ ഒന്ന് എഴുതാൻ വിട്ടുപോയതിനാൽ അതിന് വിഘ്നം സംഭവിച്ചു. മെഡിക്കൽ കോളേജ് പ്രവേശനത്തിന് അച്ഛൻ മലമറിക്കുന്ന യത്നമാണത്രേ ചെയ്തത്. മദ്രാസ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പലിനെ കണ്ട് അപേക്ഷാ ഫോറത്തിൽ വന്നുപോയ ചെറിയ പിശക് കണക്കാക്കാതെ എല്ലാം നേരെയാക്കി എടുക്കാൻ പെട്ട പാടൊക്കെ വിഫലമായി.
അന്നത്തെ മെഡിക്കൽ വകുപ്പിൻ്റെ തലവൻ കൂടി എൻ്റെ കാര്യം ശുപാർശ ചെയ്തിരുന്നു. മനുഷ്യ ശരീരം കീറി മുറിക്കുകയും ഉപകാരപ്രദമെങ്കിലും വൃത്തികെട്ട പണിയെടുക്കുകയും ചെയ്ത് ശമ്പളം പറ്റുന്നൊരു തൊഴിലിൽ കൊണ്ടുചെന്ന് വിടാതെ എന്നെ വിനയാന്വിതനായൊരു അധ്യാപകനാക്കാനാണ് നിയതിയുടെ കരങ്ങൾ പ്രവർത്തിച്ചത്. അങ്ങനെ ഞാൻ അധ്യാത്മ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ശസ്ത്രക്രിയാ മേശയുടെ ഭയാനകമായ ലോകത്തു നിന്നും രക്ഷപ്പെട്ടു. ഒരു പക്ഷേ നിയതിയുടെ കാലേ കൂട്ടിയുള്ള നിശ്ചയം ഞാൻ ധ്യാനപരായണമായൊരു ജീവിതമാണ് നയിക്കേണ്ടത് എന്നായിരിക്കണം. 1922 ടീച്ചേഴ്സ് കോളേജ് വിട്ടതിനു ശേഷം ഞാൻ പ്രവേശിച്ച തപോനിരതമായ അധ്യായത്തിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ വിദ്യാഭ്യാസ ആരംഭം തുടങ്ങി ഞാൻ അനുവർത്തിച്ചു പോന്ന ജീവിത രീതിയോട് അതോടുകൂടി എന്നേക്കുമായി വിടവാങ്ങിയതായി കരുതണം. അതിനുശേഷം ഒരു ദുരന്ത ഛായ ജീവിതത്തിലുടനീളം പിന്തുടരുന്നുണ്ടായിരുന്നു എന്നത് ഈ മാറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയായി എടുത്തു പറയേണ്ടതുണ്ട്. പഠിത്തം പൂർത്തിയാക്കി പരീക്ഷകളെല്ലാം ജയിച്ചു വന്ന ഒരാളിന് സാധാരണഗതിയിൽ വന്നു ചേരേണ്ട സൗഭാഗ്യങ്ങളും സ്ഥാനമാനങ്ങളും പ്രായോഗിക ജീവിതത്തിൽ എനിക്ക് അനുകൂലമായി വന്നില്ല. സർക്കാർ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥൻ്റെ സുഖസമ്പൂർണമായ ലോകത്തു നിന്നും എന്നേക്കുമായി പിരിഞ്ഞ് ഒരു ഭിക്ഷാം ദേഹിയുടെയും പരിവ്രാജകൻ്റെയും പദവി ആർജിക്കാൻ പോവുകയാണ് ഞാൻ. ഈ ചര്യ പിന്നെ എൻ്റെ ജീവിതകാലം മുഴുവൻ തുടർന്നു. പക്ഷികളുടെ ജീവിതവും മനഃശാന്തിയും എന്ന ഉപാധ്യായം. സീതാപേട്ട് പ്രദേശത്തുള്ള പക്ഷികളെപ്പറ്റി 4ാം ഫോറം വിദ്യാർത്ഥികൾക്കൊരു മാതൃകാ പാഠം എനിക്ക് പഠിപ്പിക്കേണ്ടത് ഉണ്ടായിരുന്നു. വളരെ സൂക്ഷിച്ച് ഈ പാഠത്തിൻ്റെ വിശദാംശങ്ങളെല്ലാം ഞാൻ തയ്യാറാക്കി വെച്ചു. ക്ലാസ് മുറിയിലെ അധ്യയന വ്യവസ്ഥകൾ മുറപ്രകാരം കൈക്കൊള്ളുന്നതോടൊപ്പം പ്രതിഭാപ്രധാനമായ ഒരു പുതുമയും പുതിയൊരു ഭാവവും ആ ക്ലാസ്സിന് നൽകാൻ ഞാൻ മനസ്സിരുത്തി. ആ കുറ്റിക്കാട് നിറഞ്ഞ പ്രദേശത്തെ കളകള ശബ്ദായമാനമാക്കിക്കൊണ്ടിരുന്ന പറവക്കൂട്ടങ്ങളുടെ തൂവലിൻ്റെ ഭംഗിയിലുള്ള വ്യത്യാസം, അവയുടെ വ്യത്യസ്ത രീതികൾ, കൂജനങ്ങൾ എന്നിവയെല്ലാം ഞാൻ എൻ്റെ പാഠത്തിൽ ഉൾപ്പെടുത്തി. ക്ലാസ് മുറിക്ക് വെളിയിൽ വെച്ച് നടത്തിയ ആ ക്ലാസ്സിൽ കുട്ടികൾക്ക് രസം പിടിച്ചു. അവർ ശബ്ദമുണ്ടാക്കിയപ്പോൾ അവരെ അടക്കാനായി ഞാൻ പറഞ്ഞു, പക്ഷികളെ പേടിപ്പിക്കാതിരിക്കാൻ നിങ്ങളെല്ലാം അടങ്ങിയിരിക്കുകയാണ് വേണ്ടത് എന്ന്. അവർക്കത് മനസ്സിലായി. അവർ മൃഗീയ ചേഷ്ടകളെല്ലാം അടക്കി വെച്ച് പ്രകൃതിയിലെ പക്ഷിമൃഗാദികളുടെ ജീവിതത്തോട് സമ്പൂർണ്ണം ചേർന്നിണങ്ങുന്ന സ്വൈര്യതയോടെ ക്ലാസ് ശ്രദ്ധിച്ചു. അന്യോന്യം വേട്ടയാടുക എന്നതാണല്ലോ കാട്ടിലെ ചട്ടം. അത് ചിലപ്പോഴൊക്കെ മനുഷ്യൻ്റെ സദാചാര ബോധത്തേക്കാൾ ഉയർന്നതാണ്. കാക്കത്തമ്പുരാട്ടി, പൊന്മാൻ, തലയിൽ പൂവുള്ളതും ഇല്ലാത്തതുമായ മരംകൊത്തികൾ, ഉപ്പൻ, മൈന, ഒരുതരം രാപ്പാടിക്കുരുവി, തൂവലിൻ്റെ ഭംഗിയേക്കാളും പാട്ടിൻ്റെ ഭംഗിക്ക് പേരുകേട്ട പഞ്ചമരാഗക്കാരൻ കുയിൽ, കടപ്പുറത്തു നിന്നും പറന്നെത്തിയിട്ടുള്ള ചില കടൽ തീര പക്ഷികൾ, ഇതെല്ലാം ചേർന്ന് നല്ലൊരു പഠനത്തിനുള്ള കരുക്കളായി. ഇതിന് ക്വേക്വറിസം തുടങ്ങിയ സമ്പ്രദായങ്ങൾ നൽകുന്ന ധ്യാനപരായണമായ ശാന്തിസന്ധായകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ കഴിഞ്ഞു. ഞായറാഴ്ച തോറും ഉച്ചതിരിഞ്ഞുള്ള പരിപാടികളിൽ ഇത്തരം വിനോദങ്ങളും ക്വേക്കർമാർ ഉൾപ്പെടുത്താറുണ്ടത്രേ. പക്ഷികളെക്കുറിച്ച് അന്ന് ഞാനെടുത്ത പാഠത്തെപ്പറ്റി 30 വർഷം സർക്കാർ അധ്യാപകനായിരുന്നിട്ട് ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ച ശേഷം ഒരു സതീർത്ഥ്യൻ എന്നോട് പറയുകയുണ്ടായി. ടീച്ചേഴ്സ് കോളേജിൻ്റെ പഴയ രേഖകളിൽ ആ ക്ലാസ്സിനെപ്പറ്റി ഒരു വിജയം എന്ന് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ആണെങ്കിലും വർഷാവസാനത്തിൽ പരീക്ഷ എഴുതിയിട്ട് എനിക്ക് കിട്ടിയത് വെറും 3rd ക്ലാസ് പാസ് മാത്രമാണ്. വിദ്യാഭ്യാസപരമായ കാര്യത്തിൽ എന്നെ എന്നും പരിസേവിച്ചിരുന്നിട്ടുള്ള വിജയം ഇപ്പോൾ മാത്രം തോൽവിയോട് അടുത്ത് വരെ എത്തുന്നതിന് കാരണമായി. പല ഘടകങ്ങളുടെ ഒരു ഉപജാപം തന്നെ നടന്നെന്ന് പറയണം. അവയിൽ ഒരു കാര്യം
ടീച്ചേഴ്സ് ട്രെയിനിങ് സംബന്ധിച്ച പാഠങ്ങൾ അത്ര ഗൗരവമായി ഞാൻ കരുതിയതും പഠിച്ചതുമില്ല എന്നത് തന്നെ. അപ്രാവശ്യം തന്നെ ഞാൻ പ്രത്യേക അനുമതിയോടുകൂടി MA പരീക്ഷയ്ക്കും ചേർന്നിരുന്നു. അത് എൻ്റെ സമയവും ശ്രദ്ധയും ഏറിയ കൂറും അപഹരിച്ചു കളഞ്ഞു. പക്ഷേ ഇത് മാത്രമായിരുന്നു അതിനുള്ള കാരണമെന്ന് പറയാനാവില്ല. അക്കാര്യമാണ് ഇനി പറയാനുള്ളത്. 4ാം ഭാഗം പൂർണ്ണമാകുന്നു. ഗുരു ഓം തത്സത്.